ഏറെ പ്രതീക്ഷകളുമായി കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് കോഴിക്കോട് മുക്കത്തെ ഹോട്ടലിൽ ജോലിക്കെത്തിയ ഒരു യുവതി. ഹോട്ടൽ ഉടമയ്ക്ക് തൻ്റെ ശരീരത്തിലാണ് കണ്ണെന്ന് മനസ്സിലായതോടെ അവൾ ജോലി ഉപേക്ഷിച്ച് പോകാൻ ശ്രമിച്ചു. എന്നാൽ പല തന്ത്രങ്ങൾ പ്രയോഗിച്ചും ക്ഷമ പറഞ്ഞുമൊക്കെ അയാൾ അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. തൻ്റെ സിബ്ബന്ദികളായ 2 ജീവനക്കാരുടെ സഹായത്തോടെ അവളെ പീഡിപ്പിക്കാനായിരുന്നു പിന്നെ അയാളുടെ ശ്രമം. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ അവൾ പരിക്കേറ്റ് കിടക്കുമ്പോൾ വീണ്ടും അകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കാനാണ് ആ ചെന്നായിക്കൂട്ടം ശ്രമിച്ചത്. ഒരാഴ്ച പിന്നിട്ടിട്ടും ആ ദിവസം ഓർക്കുമ്പോൾ അവൾക്ക് നടുക്കം മാറുന്നില്ല. ആ വെളിപ്പെടുത്തലുകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കോഴിക്കോട് മുക്കത്തെ സങ്കേതം ഹോട്ടൽ ഉടമ ദേവദാസിൽ നിന്ന് മാനസികവും ശാരീരികവുമായ നിരന്തര പീഡനങ്ങൾ ഉണ്ടായതായി യുവതി. ലൈംഗികമായി പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ദേവദാസ് തന്റെ താമസ സ്ഥലത്തെത്തിയതെന്നും യുവതി പറഞ്ഞു. പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി പരിക്കുപറ്റിയ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സ്വദേശമായ കണ്ണൂരിലേക്ക് മടങ്ങി. സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ജോലി കഴിഞ്ഞ് കുളിച്ച് മുറിയിലെത്തി ബാൽക്കണിയിലിരുന്ന് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് ദേവദാസും മറ്റു 2 പേരും മുറിയിലെത്തിയത്. മാസ്കിംഗ് ടേപ്പുമായി പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ദേവദാസ് എത്തിയത്. കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ക്യാമറ ഓൺ ആവുകയായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് മൊബൈലിൽ റെക്കോർഡായത്. ശരീരത്തിൽ കടന്നു പിടിച്ചതോടെ ഉച്ചത്തിൽ നിലവിളിച്ച് കെട്ടിടത്തിന് താഴേക്ക് ചാടുകയായിരുന്നുവെന്ന് യുവതി പറഞ്ഞു. റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിന്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിനില്ല. അത് ഒരു അയൺ റോഡാ, തട്ടിയിടേണ്ട ലോക്ക. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചു നേരം ഗെയിം കളിക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ റൂമിന്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഒരു 3 നേരം ഇങ്ങനെ വരായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാ വന്ന ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോ എന്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അത് അയാളത് കൈ തട്ടിയപ്പോ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസ് ഒക്കെ കയ്യിൽ വന്നു. ഫേസ് ഒന്ന് ആളെന്റെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. രണ്ടു നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. ദേവദാസിന്റെ ശല്യം സഹിക്കവയ്യാതെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയതാണ്. എന്നാൽ പിന്നീട് മകളെ പോലെ കരുതുവെന്ന് കാലുപിടിച്ചു പറഞ്ഞാണ് തിരികെ എത്തിച്ചത്. അയാള് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഒരു വട്ടം അയാൾ വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. കേസിൽ നിന്ന് ഒരു സാഹചര്യത്തിലും പിന്നോട്ടില്ല. താൻ അനുഭവിച്ച മാനസിക ശാരീരിക വേദനകൾ ദേവദാസ് അറിയണമെന്നും യുവതി പറഞ്ഞു. മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 6 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് യുവതി സ്വദേശമായ കണ്ണൂരിലേക്ക് മടങ്ങിയത്. വാരിയലിനും നട്ടലിനും പരിക്കേറ്റ യുവതി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും. യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായ ദേവദാസും കൂട്ടുപ്രതികളായ 2 ജീവനക്കാരും റിമാൻഡിലാണ്. ഇവരുടെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച താമരശ്ശേരി കോടതി പരിഗണിക്കും. ന്യൂസ് 18 കോഴിക്കോട്. കുടുംബങ്ങളിലുണ്ടാകുന്ന പല വഴക്കുകളും പ്രശ്നങ്ങളും കോടതികൾ പോലും രമ്യമായി പരിഹരിച്ചു വിടാറാണ് പതിവ്. എന്നാൽ വഴക്കുകൾ അതിർവിട്ട് വധശ്രമമായി മാറിയാൽ എന്തു ചെയ്യും? കഴിഞ്ഞ ദിവസം കൊല്ലം കടക്കലിൽ കുടുംബവഴക്കിനെ തുടർന്ന് യുവാവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഭാര്യ സ്വയരക്ഷാർത്ഥം ഭർത്താവിന്റെ തലയടിച്ചു പൊട്ടിച്ചു. ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. അഞ്ചൽ ഇടമുളക്കൽ സ്വദേശിയായ റിയാസ് കൊല്ലം കടക്കൽ ഇളമ്പഴന്നൂരിൽ താമസിക്കുന്ന ഭാര്യ തസ്നിയുടെ വീട്ടിലെത്തി വഴക്കിടുകയായിരുന്നു.
തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ച് തസ്നിയെ കുത്തി. വയറ്റിൽ കുത്തിയതിനു ശേഷം രണ്ടാമതും കുത്താൻ ശ്രമിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം കൈകൊണ്ട് തടഞ്ഞ തസ്നി സമീപത്തുണ്ടായിരുന്ന തടിക്കഷ്ണമെടുത്ത് റിയാസിന്റെ തലക്കടിച്ചു. നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതോടെ കടയ്ക്കൽ പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തസ്നിയുടെ വയറ്റിലെ മുറിവ് ആഴത്തിലുള്ളതായതിനാൽ കടയ്ക്കലിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രാത്രി തന്നെ മാറ്റി. റിയാസ് ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ കഴിയുകയാണ്. 3 വർഷമായി ഭർത്താവുമായി പിണങ്ങി തസ്നി സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. വിവാഹബന്ധം വേർപെടുത്താനായി കേസ് നടന്നുവരവെയാണ് ആക്രമണം. ഇരുവർക്കും 2 മക്കളുണ്ട്. തടിപ്പണിയും കൂപ്പിലെ മരം വെട്ടുമാണ് റിയാസിന്റെ തൊഴിൽ. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ദാമ്പത്യത്തിലെ സ്വരച്ചർച്ചയില്ലായ്മ പല കുടുംബങ്ങളിലും ജീവിതം നരകതുല്യമാക്കാറുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞം വെണ്ണിയൂരിൽ ഭാര്യയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് യുവാവ് വീട് പൊട്ടിപ്പോയതോടെ ഇരട്ടക്കുട്ടികളടക്കം പെരുവഴിയിലായി. യുവതിയും കുട്ടികളും പുറത്തുപോയ സമയത്താണ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് വീട് പൂട്ടി സ്ഥലം വിട്ടത്. ഇതിലൊരു കുട്ടി വൃക്കരോഗബാധിതയാണ്. രാത്രി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലാണ് കുടുംബം അഭയം തേടിയത്. ഭർത്താവിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്നും സംഭവത്തിൽ കേസെടുക്കുമെന്നും വിഴിഞ്ഞം പോലീസ് പറഞ്ഞു. വൃക്കരോഗബാധിതയായ കുട്ടിയടക്കം ഇരട്ടക്കുട്ടികളും മാതാവും കഴിഞ്ഞ ദിവസം പുറത്തുപോയ സമയത്താണ് യുവാവ് വീട് പൂട്ടി സ്ഥലം വിട്ടത്. 29കാരിയും 5 വയസ്സുള്ള കുട്ടികളും ഉച്ച മുതൽ ഭക്ഷണമോ മരുന്നോ കഴിക്കാനാകാതെ ബുദ്ധിമുട്ടിലായി. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് ഇവർക്ക് ഭക്ഷണം വാങ്ങി നൽകിയത്. രാത്രിയോടെ ഇവർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. വിഴിഞ്ഞം പോലീസ് ഭർത്താവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസ് ആവശ്യപ്പെട്ടിട്ടും യുവാവിന്റെ ബന്ധുക്കൾ വീട് തുറന്ന് കുട്ടിയുടെ മരുന്നുകളും ചികിത്സാ രേഖകളും എടുത്തു നൽകാൻ പോലും തയ്യാറായില്ലെന്നാണ് ആരോപണം. ഞാൻ കുഞ്ഞുങ്ങൾ അകത്ത് കയറണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഡോറെല്ലാം പൂട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷൻ വന്നപ്പോഴത്തേക്ക് SI സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴത്തേക്ക് ഒരു കാരണവശാലും തുറന്നു തരാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾക്കും എനിക്ക് തുറന്നു തരാൻ പറ്റില്ല, മരുന്നൊന്നുമില്ല, ഈ കുട്ടിക്ക് ഒരു കിഡ്നിയില്ല, ട്രീറ്റ്മെൻറ്റ് SIT ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇമ്മ്യൂണിറ്റി പവർ ഒന്നുമില്ല. അപ്പോഴത്തേക്ക് അതിൻ്റെ മെഡിസിനും കാര്യങ്ങളും എല്ലാം വീടിൻ്റെ അകത്താണ്, അതുപോലെ തുറന്നെടുത്ത് തരാൻ മനസ്സ് കാണിക്കും. ഞങ്ങൾ കോടതിയിൽ പോയിട്ട് അങ്ങനെ കേസ് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഡോറെല്ലാം പൂട്ടി. മുൻ ഭർത്താവിനെതിരെ ഗാർഹിക പീഡന കേസ് നൽകിയത് സംബന്ധിച്ച് കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയിരുന്നുവെന്ന് യുവതി പറഞ്ഞു. ഈ ഓർഡർ കാലാവധി നീട്ടിക്കിട്ടാനായി കോടതിയിൽ പോയപ്പോഴാണ് വീട് പൂട്ടി ഭർത്താവ് കടന്നത്. യുവാവിനെയോ ബന്ധുക്കളെയോ വിളിച്ചു വരുത്തി സമവായത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇല്ലെങ്കിൽ യുവാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും വിഴിഞ്ഞം പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊല്ലം പുനലൂരിലെ ഒരു ദുരൂഹമരണത്തിന്റെ വാർത്തയാണ് ഇനി. പിറവന്തൂർ കുരിയോട്ടുമല ആദിവാസി കോളനിയിൽ യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. 24കാരിയായ അനിലയാണ് മരിച്ചത്. രാവിലെ വീട്ടിലെത്തിയ വലിയമ്മയാണ് മൃതദേഹം ആദ്യം കണ്ടത്. 9 മാസം മാത്രം പ്രായമുള്ള അനിലയുടെ കുഞ്ഞ് അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നെന്നും ഇവർ പോലീസിന് മൊഴി നൽകി. കുഞ്ഞിന്റെ കഴുത്തിലും കുരുക്കിട്ട് മുറുക്കിയ പാടുണ്ട്. അനിലയുടെ ഭർത്താവ് വിപിൻ ഒളിവിലാണ്. ഇയാൾ ദിവസവും മദ്യപിച്ചു വന്ന് വീട്ടിൽ ബഹളമുണ്ടാക്കുമായിരുന്നെന്ന് സമീപവാസികൾ പറയുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന അനിലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കൊല്ലം പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത്
ഗ്രാമപഞ്ചായത്തിലെ കുരിയോട്ടുമല ആദിവാസി കോളനിയിലെ അനിലയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിലയുടെ ശരീരത്തിൽ മുറിവുകളുടെ പാടുകളുണ്ട്. 9 മാസം പ്രായമുള്ള കുട്ടി മൃതശരീരത്തിന് ചുവട്ടിൽ തളർന്ന് അവശയായി കിടക്കുകയായിരുന്നു. ഇതാണ് ദുരൂഹത വർദ്ധിപ്പിക്കാൻ കാരണം. അനിലയുടെ ഭർത്താവ് വിപിൻ ഒളിവിലാണ്. വിപിൻ എല്ലാ ദിവസവും മദ്യപിച്ചെത്തി ഭാര്യയെ മർദ്ദിക്കുമായിരുന്നു എന്ന് കോളനി നിവാസികൾ പറയുന്നു. ഞാൻ അതിന്റെ മണ്ടേ കയറിയാലും ഞങ്ങൾക്ക് അത് എത്തത്തില്ല, അതിൽ കയറിടാനോ ഒന്നിനും. ഇത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് സംശയം തന്നെ. ഭർത്താവ് മദ്യം വെച്ചിട്ട് വരിക, ഒരു കാര്യം ഭർത്താവ് ദിവസവും പ്രശ്നങ്ങളാണ് വീട്ടില്. അനിലയുടെ വല്യമ്മ വീട്ടിലെത്തിയപ്പോഴാണ് മുറിക്കുള്ളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. ഞാൻ അവിടെ നിന്ന് കയറിയതിന് മുമ്പ് വന്ന് കതവ് തട്ടിയപ്പം തുറന്നില്ല. ഞാൻ അതിലെ ഓടി വന്ന് കുഞ്ഞു കിടന്ന് കരയുന്നുണ്ട്. ഞാൻ ഓടി വന്ന് ഈ അടുക്കളയിൽ അവിടെ വന്ന് ഈ കതവ് തുറക്കാൻ എനിക്ക് അറിയാം. ഞാൻ ആ കതവ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് കുഞ്ഞ് അവളെ കാലി പിടിച്ചോണ്ടിരുന്ന് കരയുന്നു. ഞാൻ ഓടി വന്ന് എൻ്റെ കുഞ്ഞിനെ എടുത്തു. കസേരയിൽ കയറി നിന്ന് യാതൊരു കാരണവശാലും വീടിന് മുകളിലെ ഉത്തരത്തിൽ കുരുക്കിടാൻ അനിലയ്ക്ക് കഴിയില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 പുനലൂർ. തൊഴിൽ തേടിയെത്തുന്ന ഇതര സംസ്ഥാനക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ നമ്മുടെ നാട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങളും വർദ്ധിക്കുന്നുണ്ട്. തിരുവനന്തപുരം വർക്കലയിൽ സ്വകാര്യ ബസ്സിൽ വെച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. സംശയം തോന്നിയ പെൺകുട്ടി ഉടൻ തന്നെ അമ്മയെ ഫോണിൽ വിവരം അറിയിച്ചതോടെ അവരെത്തി ബസ് തടയുകയും പ്രതികൾ പിടിയിലാവുകയും ചെയ്തു. തെലങ്കാന സ്വദേശി 19-കാരനായ രാഹുലും 3 കൂട്ടാളികളുമാണ് അയിരൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം. സ്കൂളിൽ നിന്നും സ്വകാര്യ ബസ്സിൽ വീട്ടിലേക്ക് വരും വഴിയാണ് ഒരു യുവാവ് ദൃശ്യങ്ങൾ പകർത്തുന്നത് പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പെൺകുട്ടി മാതാവിനെ ഫോണിൽ വിവരമറിയിച്ചു. പെൺകുട്ടിയുടെ മാതാവ് വർക്കല തച്ചോട് ഭാഗത്ത് വെച്ച് സ്വകാര്യ ബസ് വഴിയിൽ തടഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ ദൃശ്യങ്ങൾ പകർത്തിയ യുവാവിനെയും ഒപ്പമുള്ള 3 പേരെയും പിടികൂടുകയായിരുന്നു. യുവാവിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് വ്യക്തമായി. ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമമായ സ്നാപ്ചാറ്റിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നാട്ടുകാർ യുവാക്കളെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി 4 പേരെയും കസ്റ്റഡിയിലെടുത്തു. തെലങ്കാന സ്വദേശിയായ 19-കാരൻ രാഹുലാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് അയിരൂർ പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ മാതാവ് പരാതി നൽകിയതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 ആറ്റിങ്ങൽ. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ട്രെയിനിൽ വെച്ച് ഗർഭിണിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമം രാജ്യത്തെയാകെ നടുക്കിയിരുന്നു. പീഡനശ്രമത്തിനിടെ യുവാവ് റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ചു. 4 മാസം ഗർഭിണിയായ ആന്ധ്ര സ്വദേശിനിയെ വ്യാഴാഴ്ച രാത്രിയാണ് യുവാവ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. വെല്ലൂരിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ 36-കാരി. പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടി. നാലു മാസം ഗർഭിണിയായ ആന്ധ്ര ചിറ്റൂർ സ്വദേശിക്ക് നേരെയായിരുന്നു ട്രെയിനിൽ വച്ച് കഴിഞ്ഞ ദിവസം രാത്രി 10:30 ലൈംഗികാതിക്രമം നടന്നത്. തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്ന യുവതി തിരുപ്പതിയിലേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. ജോലാർപേട്ടയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ പ്രതി ഹേമരാജ് സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കയറി. അബദ്ധത്തിൽ ബോഗി മാറി കയറിയതാണെന്നാണ് യുവതി കരുതിയത്. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ ഇയാൾ യുവതി ശുചിമുറിയിലേക്ക് പോയപ്പോൾ പിന്തുടർന്നെത്തി കയറി പിടിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു പ്രതി.
യുവതി നിലവിളിച്ചെങ്കിലും കേൾക്കാതിരുന്ന പ്രതി കവനൂറിന് സമീപമെത്തിയപ്പോൾ യുവതിയെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ടു. இங்கேருந்து ஜுவலார்பேட்டுக்கு வரப்போ லேடிஸ் எல்லாம் இறங்கிட்டாங்க. ட்ரெயின் மூவ் ஆக போகிறோம். ஒருத்தர் ட்ரெயினுக்குள்ளே ஏறிட்டானா. அப்புறம் கொஞ்சம் ஒரு ½ hour அமைதியாக தான் இருந்தான். அதுக்கப்புறம் ½ hour கழிச்சு அவன் வந்து என் ட்ரெஸ் எல்லாம் எடுக்கிறதுக்கு பார்த்தானா. 2 பேருக்கு சண்டை வந்துடுச்சு. வந்துட்டு முடியை பிடிச்சி தரன்னு இழுத்துட்டு வந்து அந்த வாசலில் வந்து போட்டு தள்ளி விட்டானா. அதுக்கப்புறம் என்ன நடந்ததுன்னு தெரியல. அப்புறம் 108 வந்து ஆம்புலன்ஸ் வந்து கவர்மெண்ட் ஹாஸ்പിറ്റലിൽ ചേർത്തിരിക്കുകയാണ്. ട്രാക്കിൽ പരിക്കുകളോടെ കണ്ടെത്തിയ യുവതിയെ പ്രദേശവാസികളാണ് ആശുപത്രിയിലെത്തിച്ചത്. യുവതിയുടെ കൈക്കും കാലിനും പൊട്ടലുണ്ട്, തലയിലും മുറിവേറ്റിട്ടുണ്ട്. ഇവരുടെ ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. കുപ്പത്തിന് സമീപം പൂഞ്ചോല എന്ന ഗ്രാമത്തിൽ നിന്നാണ് പോലീസ് ഹേമരാജിനെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ തമിഴ്നാട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ചെന്നൈ. കാക്കിയിട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരെ എന്തും ചെയ്യാമെന്നാണ് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ധാരണ. നെയ്യാറ്റിൻകര ആര്യൻകോട് വൈകിട്ട് നടക്കാനിറങ്ങിയ വൃദ്ധനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കീഴാറൂർ കുക്കുറിനി സ്വദേശി ഭാസ്കരൻ നാടാർ എന്ന 70-കാരനെയാണ് അകാരണമായി മർദ്ദിച്ചത്. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഭാസ്കരൻ നാടാറുടെ പിന്നാലെ ചെന്ന് ലാത്തി കൊണ്ട് കാൽമുട്ടിലും മുഖത്തും അടിച്ചെന്നാണ് പരാതി. അതേസമയം ആരോപണം നിഷേധിക്കുകയാണ് പോലീസ്. വൈകിട്ട് നടക്കാനിറങ്ങിയ കീഴാറൂർ കുക്കുറിനി സ്വദേശി ഭാസ്കരൻ നാടാരെ ജീപ്പിലെത്തിയ പോലീസ് മർദ്ദിച്ചതായാണ് പരാതി. എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ നടക്കാൻ ഇറങ്ങിയതാണെന്ന് മറുപടി പറഞ്ഞതോടെ വീട്ടിൽ പോകാൻ ആക്രോശിച്ചു. തുടർന്ന് ഭാസ്കരൻ നാടാരുടെ പിന്നാലെ ചെന്ന് ലാത്തി കൊണ്ട് കാൽമുട്ടിലും മുഖത്തും അടിക്കുകയായിരുന്നുവെന്നാണ് പരാതി. അങ്ങനെ നടന്നുകൊണ്ടെന്നാണ് എൻ്റെ അടുത്ത് ആര്യങ്കാട്ട് സ്റ്റേഷനിലുള്ള ഒരു ജീപ്പ് എൻ്റെ അടുത്ത് കൊണ്ട് ചവിട്ടി പോലീസ് ഇറങ്ങി എൻ്റെ അവിടെ ചോദിച്ച് എന്ത് അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കുന്നതല്ല, ഞാൻ നടക്കാൻ. ഡോക്ടർ പറഞ്ഞു നടക്കും, 1 മണിക്കൂർ നടക്കണമെന്ന്. ഞാൻ ഒരു രോഗിയാണ്. അപ്പോൾ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോരാഞ്ഞാണ്ട് തിരിച്ചവൻ ചൂരലുകൊണ്ട് പുളയിലൊരടി അടിച്ചിരുന്നു. പുളയിലടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നു വന്നില്ല. പിന്നെ 2ാമത് ചെവി കിട്ടില്ല ഒരടി. ഞാൻ പിന്നെ എനിക്കത് ഒരു പ്രയാസമായി. അവിടെ നിന്ന് ഒരു 3 മിനിറ്റ് വരെ അവിടെ നിന്ന് വന്നിട്ട് ഞാൻ പിന്നെ ഹൃദ്രോഗിയായ ഭാസ്കരൻ നാടാർ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമാണ് വൈകിട്ട് നടക്കുന്നത്. വിവരമറിഞ്ഞെത്തിയ മകൻ ഭാസ്കരൻ നാടാരെ പെരിങ്ങടവിള ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനാക്കി. തന്നെ മർദ്ദിച്ച പോലീസുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഭാസ്കരൻ നാടാർ മുഖ്യമന്ത്രി, DGP, പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സാമൂഹിക വിരുദ്ധരുടെ ശല്യമുള്ള പ്രദേശത്ത് പട്രോളിംഗിന്റെ ഭാഗമായി എത്തുകയും കൂടി നിന്നവരെ പിരിച്ചുവിടുകയും മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. 1 ലക്ഷത്തിലധികം രൂപ വിലയുള്ള ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും ഒക്കെ പകുതി വിലയ്ക്ക് നൽകുക. കേട്ടാൽ ആരും ഒന്ന് ശ്രദ്ധിക്കും. അത്രയും ലാഭത്തിൽ കിട്ടിയാൽ ഒന്ന് സ്വന്തമാക്കാനും ശ്രമിക്കും. കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത തട്ടിപ്പുകളൊന്നാണ് ഇടുക്കി സ്വദേശി അനന്തകൃഷ്ണൻ നേതൃത്വത്തിൽ നടന്ന പകുതി വില തട്ടിപ്പ്. ഇടുക്കിയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകളിലെത്തിയ കോടികൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. തട്ടിപ്പിന് ഒത്താശ ചെയ്തതായി ആരോപണമുയർന്ന രാഷ്ട്രീയ നേതാക്കളെയും ഉന്നതരെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സായിഗ്രാമം ഡയറക്ടർ KN ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് നിയമോപദേശം തേടി. കേസിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികളെയും ചോദ്യം ചെയ്യും. പകുതി വില തട്ടിപ്പിൽ പണം നൽകിയെന്ന് അനന്തകൃഷ്ണൻ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെയും മറ്റ് ഉന്നതരെയും ചോദ്യം ചെയ്യും. സായിഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് നിയമോപദേശം തേടി. ആനന്ദകുമാറിന് എല്ലാ മാസവും 10 ലക്ഷം രൂപ വീതം നൽകിയിരുന്നെന്നാണ് മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ മൊഴി.
തട്ടിപ്പ് നടന്നത് ആനന്ദകുമാറിന്റെ അറിവോടെയാണെന്ന് ആരോപിച്ച NGO കോൺഫെഡറേഷൻ അംഗങ്ങൾ രംഗത്തെത്തി. അതിപ്പോൾ സായി ഗ്രാമിലെ ആനന്ദകുമാർ സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ഗുണഭോക്താക്കളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം വാങ്ങുകയും ഗുണഭോക്തൃ വിഹിതം വാങ്ങി ഞങ്ങൾ അവർ നിർദ്ദേശിച്ച അക്കൗണ്ടിലോട്ട് പണം അടയ്ക്കുകയും ചെയ്തു. 2 വർഷവും ഞങ്ങൾ കൊടുത്ത എല്ലാ പ്രോജക്റ്റുകളും നമുക്ക് നടപ്പിലാക്കി കിട്ടി. ഏകദേശം എൻ്റെ സംഘടന ഏകദേശം 840ഓളം തയ്യൽ മെഷീൻ കൊടുത്തു, 320ഓളം ലാപ്ടോപ്പുകൾ കൊടുത്തു, പിന്നെ 136 ടൂ വീലറുകൾ വിതരണം ചെയ്തു. അതനുസരിച്ച് വീണ്ടും ഞങ്ങൾ ആ പുതിയ പ്രോജക്റ്റുകൾ കൊടുത്തപ്പോൾ ഇപ്പം 3 കോടി രൂപയുടെ പ്രോജക്റ്റാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എമൗണ്ടായി 3 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മൾ 6 കോടിയുടെ പ്രോജക്റ്റ് നമുക്കിനി നടപ്പിലാക്കാനുണ്ട്. ലാലി വിൻസെന്റ്, AN രാധാകൃഷ്ണൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെയും ചോദ്യം ചെയ്യും. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപയും BJP നേതാവ് AN രാധാകൃഷ്ണന് 40 ലക്ഷം രൂപയും നൽകിയെന്നാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. വിഷയം CPM രാഷ്ട്രീയ ആയുധമാക്കും. CPIM-ന്റെ ഭാഗമായിട്ട് ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാളെ ഈ CPIM എന്ന് പറയുന്ന പാർട്ടി കൃത്യമായിട്ട് രാഷ്ട്രീയമായി സംഘടനാപരമായി കൈകാര്യം ചെയ്യും. അതിൽ ഒരു സംശയവും വേണ്ട. പറയട്ടെ, കോൺഗ്രസും ലീഗും BJP-യും. തിരുവനന്തപുരം പ്രസ് ക്ലബിന് പാരിതോഷികം കൈമാറിയെന്ന് പ്രതി വെളിപ്പെടുത്തിയിരുന്നു. പ്രസ് ക്ലബ്ബ് ഭാരവാഹികളെയും ചോദ്യം ചെയ്യും. പ്രതി അനന്തുകൃഷ്ണനെ തൊടുപുഴയിലെത്തിച്ച് തെളിവെടുത്തു. ശങ്കരപ്പള്ളി, കുളപ്ര എന്നിവിടങ്ങളിലാണ് എത്തിച്ചത്. ഇടുക്കിയിൽ മാത്രം 20ഓളം കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലും 200ഓളം പേരെ അനന്തുകൃഷ്ണൻ കബളിപ്പിച്ചു. സീഡ് സൊസൈറ്റി സംഘടന വഴി തട്ടിച്ചത് 7 കോടി. തൃക്കുന്നപ്പുഴയിൽ പണം നഷ്ടമായവരിൽ ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ പണം പോയവരിൽ പഞ്ചായത്ത് അംഗവും. തട്ടിപ്പിനിരയായ തിരുവനന്തപുരം പോത്തൻകോട് പഞ്ചായത്ത് അംഗം അനിതകുമാരി പോലീസിൽ പരാതി നൽകി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോത്തൻകോട് സ്റ്റേഷനിൽ മാത്രം 41 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ നിയോഗിച്ച കോർഡിനേറ്റർമാർ പഞ്ചായത്തിൽ നേരിട്ടെത്തി ക്ലാസുകൾ നടത്തിയാണ് തട്ടിപ്പിന് കളമൊരുക്കിയത്. ദർശന ചാരിറ്റബിൾ സൊസൈറ്റി പ്രതിനിധികൾ എന്ന പേരിലാണ് അനന്തുകൃഷ്ണന്റെ കോർഡിനേറ്റർമാർ പോത്തൻകോട് പഞ്ചായത്തിൽ സ്വയം പരിചയപ്പെടുത്തിയെത്തുന്നത്. വെള്ളായണിക്കടുത്താണ് ഓഫീസെന്ന് പറഞ്ഞവർ പഞ്ചായത്തിൽ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണ പരിപാടിയും സംഘടിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ചിലർക്ക് സ്കൂട്ടറുകൾ നൽകി. വിശ്വാസം ആർജിച്ചതോടെ വൻ തുകകൾ നിക്ഷേപമായെത്തി. ആദ്യഘട്ടം തന്നെ അടച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ലാപ്ടോപ്പും ഈ തയ്യൽ മെഷീനൊക്കെ നമ്മുടെ ഇവിടെ ഒരു B.Ed കോളേജ് ഉണ്ട്, അവിടെ വെച്ച് ഫംഗ്ഷൻ നടത്തി അവിടെ വെച്ച് വിതരണം നടത്തുകയും ചെയ്തു. ഈ കോഴിക്കോടൊക്കെ അത് കണ്ടുകൊണ്ട് 2ാം ഘട്ടമാണ് ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് പേര് പൈസ അടച്ചു കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഇവരൊരു 56,000 രൂപയുടെ ഒരു റെസിപ്റ്റാണ് തന്നത്. അതിലാണ് എഴുതിയിരുന്നത് ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ്, ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റി പരമന, എന്നിട്ട് ഈ ഫോൺ നമ്പറും വെച്ച് തന്നത്. പലരിൽ നിന്ന് സ്വരൂപിച്ച് 13 ലക്ഷം രൂപ നൽകി വെട്ടിലായ വ്യക്തിയുമുണ്ട്. കേസ് വൈകാതെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. 3 കോടിയിൽ കൂടുതൽ രൂപയുടെ തട്ടിപ്പ് നടന്ന കേസുകൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക. ഇതുവരെ ലഭിച്ച പരാതികൾ അനുസരിച്ച് 700 കോടി രൂപയ്ക്ക് മുകളിലാണ് തട്ടിപ്പ്. അനന്തുകൃഷ്ണനെതിരെയുള്ള പരാതികൾ 8,000-ന് മുകളിൽ പോകുമെന്നാണ് ഇപ്പോഴത്തെ നിലയിൽ കണക്കുകൂട്ടൽ. 5,000-ലധികം പേർ ഇതിനകം പരാതി നൽകി കഴിഞ്ഞു. 1000 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ് കേസ്. കബളിപ്പിക്കപ്പെട്ടതിൽ ഏറെയും സ്ത്രീകളാണ്. ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും സാമ്പത്തികമായി ശരാശരി കുടുംബങ്ങളിലും താഴെയുള്ളവരും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് വല്ലപ്പുഴയിൽ സ്കൂട്ടർ യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. മലപ്പുറം വളാഞ്ചേരി സ്വദേശി സൽമാനാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. ചുണ്ടമ്പറ്റ സ്വദേശിനി രാജിയുടെ മാലയാണ് ബൈക്കിലെത്തിയ 2-അംഗ സംഘം പിടിച്ചുപറിച്ചത്. കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വല്ലപ്പുഴ ചെറുകോട് വെച്ച് സ്കൂട്ടർ യാത്രക്കാരിയുടെ മാല മോഷ്ടിച്ച ബൈക്കിലെത്തിയ 2-അംഗ സംഘം കവർന്ന കേസിലാണ് ഒരാൾ പിടിയിലായത്. വളാഞ്ചേരി സ്വദേശി സൽമാനാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. ആലുവയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായി എത്തിയാണ് ചുണ്ടമ്പറ്റ സ്വദേശി രാജിയുടെ സ്വർണ്ണമാല കവർന്നത്. പിന്നീട് ഈ ബൈക്ക് ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ കടന്നുകളയുകയായിരുന്നു.
മോഷ്ടിച്ച മറ്റൊരു ബൈക്കുമായാണ് പ്രതി സൽമാൻ അറസ്റ്റിലായത്. സൽമാന്റെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ഡാനിഷ് എന്നയാളെ പിടികൂടാനുണ്ട്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. നിലവിൽ മാല റിക്കവറി കിട്ടിയിട്ടില്ല. കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുപ്രതി കൂടെ കിട്ടുന്ന അവസരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുക. ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് രാജിയുടെ സ്വർണ്ണമാല പൊട്ടിച്ചത്. പിടിവലിക്കിടെ 2.5 പവന്റെ മാലയിൽ 1.5 പവനോളം കൈക്കലാക്കി മോഷ്ടാക്കൾ കടന്നുകളയുകയായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം. ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. അനധികൃതമായി താമസിച്ചിരുന്ന ബംഗ്ലാദേശികൾ തിരുവനന്തപുരത്ത് പിടിയിൽ. വ്യാജ തിരിച്ചറിയൽ കാർഡുമായി താമസിച്ചിരുന്ന 3 പേരെ വട്ടിയൂർക്കാവ് പോലീസാണ് പിടികൂടിയത്. നടി ഹണി റോസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് രാഹുൽ ഈശ്വർ. പൊതുമധ്യത്തിൽ തന്നെ അപമാനിച്ചതിന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. നെയ്യാറ്റിൻകര പുന്നേക്കാട് നെയ്നാക്കോണത്ത് ശ്രീകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രത്തിൽ കവർച്ച നടക്കുന്നത് 2 മാസത്തിനിടെ 3ാം തവണ. കൊച്ചിയിൽ ട്രാൻസ്ജെൻഡർ യുവതിയെ നട റോഡിൽ യുവാവ് കമ്പിവടി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കാക്കനാട് വാഴക്കാലയിൽ താമസിക്കുന്ന യുവതിക്കാണ് പാലാരിവട്ടം മെട്രോ സ്റ്റേഷന് സമീപം മർദ്ദനമേറ്റത്. കായംകുളം ചേരാവള്ളിയിൽ റെയിൽവേ കരാർ പണിക്കായി വന്ന തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ലക്ഷങ്ങൾ കവർന്ന കേസിൽ കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിൽ. അറസ്റ്റിലായത് 4ാം പ്രതി പെരിങ്ങാല സ്വദേശി മുഹമ്മദ് ഇബ്നു സിരീൻ. വടകര എടച്ചേരിയിൽ ഓർക്കാട്ടേരി സ്വദേശിയായ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ ഇന്നോവ കാറിന്റെ ഡ്രൈവർ അറസ്റ്റിൽ. അറസ്റ്റിലായത് കണ്ണൂർ പെരിങ്ങത്തൂർ സ്വദേശി മുഹമ്മദ് ഫാസിൽ. മലപ്പുറം എളങ്കൂറിലെ വിഷ്ണുജയുടെ ആത്മഹത്യയിൽ റിമാൻഡിൽ കഴിയുന്ന ഭർത്താവ് പ്രഫിനെതിരെ ആരോഗ്യവകുപ്പിന്റെ നടപടി. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായ പ്രഫിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിഷ്ണുജയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ, സ്ത്രീധനപീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രഫിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറഞ്ഞ് വിഷ്ണുജയെ ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചിരുന്നതാണ് കുടുംബത്തിന്റെ പരാതി. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രഫിന്റെയും വിഷ്ണുജയുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് സൈബർ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.